ഹലോ ഡിയേഴ്സ്, മാത്സ് സ്ക്വയറിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എൻ്റെ എല്ലാ കുട്ടികൾക്കും സ്വാഗതം. നമ്മളിന്ന് പഠിക്കാനായിട്ട് പോകുന്നത് തേർഡ് മൊഡ്യൂളിലെ ഫസ്റ്റ് ടോപ്പിക്കായിട്ടുള്ള വെക്റ്റർ ലെങ്ത് ആൻഡ് യൂണിറ്റ് വെക്റ്ററാണ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ക്ലാസ് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഓൺലൈൻ ക്ലാസ്സസ് അവൈലബിൾ ആണ്. ഓൺലൈൻ ക്ലാസ്സിന് താല്പര്യമുള്ള കുട്ടികൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെട്ടാൽ മതിയാകും. ഓക്കെ, സോ സ്റ്റാർട്ട് ചെയ്യാം. വെക്റ്റർ ലെങ്ത് ആൻഡ് യൂണിറ്റ് വെക്റ്റർ, ഇതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ എന്താണ് ലെങ്ത് ഓഫ് എ വെക്റ്റർ അല്ലെങ്കിൽ വെക്റ്റർ ലെങ്ത് എന്ന് പറയുന്നത്? ലെങ്ത് ഓഫ് ദ വെക്റ്റർ, ലെങ്ത് ഓഫ് എ വെക്റ്റർ, ഒരു വെക്റ്ററിൻ്റെ ലെങ്ത് ഇൻ n ഡയമെൻഷണൽ സ്പേസ് ആണ്. r⁻n ലെങ്ത് ഓഫ് എ വെക്റ്റർ, അല്ലെങ്കിൽ വേറൊരു പേരാണ് നോം ഓഫ് എ വെക്റ്റർ. നോം ഓഫ് എ വെക്റ്റർ, നോം ഓഫ് എ വെക്റ്റർ എന്ന് പറയുന്നത് നമ്മൾ നോർമലി ഡിനോട്ട് ചെയ്യുന്നത്, നോം ഓഫ് എ വെക്റ്റർ ഇതിനെ ഡിനോട്ട് ചെയ്യുന്നത്, ഇപ്പോൾ വി എന്ന് പറയുന്ന ഒരു വെക്റ്റർ ഉണ്ടെന്നുണ്ടെങ്കിൽ നോം റെപ്രസെൻ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ് കേട്ടോ. ഇതാണ് നോം ഓഫ് എ വെക്റ്റർ. ഇതിനെ വായിക്കേണ്ടത് നോം ഓഫ് എ വെക്റ്റർ വി എന്നാണ് വായിക്കേണ്ടത്. ലെറ്റ് വെക്റ്റർ വി ഈക്വൽ ടു n ഡയമെൻഷണൽ സ്പേസ് അല്ലേ, അപ്പോൾ v1 v2 v3 എക്സെട്ര vn എന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ വി ക്യാൻ റൈറ്റ് ദ മാഗ്നിറ്റ്യൂഡ് അല്ലെങ്കിൽ ലെങ്ത് അല്ലെങ്കിൽ നോം ഓഫ് ദ വെക്റ്റർ വിച്ച് ഇസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് v1 സ്ക്വയർ പ്ലസ് v2 സ്ക്വയർ പ്ലസ് v3 സ്ക്വയർ പ്ലസ് എക്സെട്ര vn സ്ക്വയർ. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? ലെങ്ത് ഓഫ് ദ വെക്റ്റർ എന്ന് പറയുന്നത് കേട്ടോ. ഇനി ഇഫ് നോം ഓഫ് വി ഈസ് ഈക്വൽ ടു 1, ഈ നോം ഓഫ് വി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 1 കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ദെൻ സച്ച് വെക്റ്റർ ഈസ് കാൾഡ് യൂണിറ്റ് വെക്റ്റർ. അങ്ങനെയുള്ള വെക്റ്റേഴ്സ് നമുക്ക് എന്തെന്ന് പറയാം? യൂണിറ്റ് വെക്റ്റർ. അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് നമുക്ക് എന്താ കിട്ടുക? 1 ആണ് കിട്ടുക. ഇനി അടുത്തത് ലെങ്ത് ഓഫ് ദി വെക്റ്റർ ഒരിക്കലും നെഗറ്റീവ് ആകത്തില്ല കേട്ടോ. ലെങ്ത് ഓഫ് ദി വെക്റ്റർ ഒരിക്കലും നെഗറ്റീവ് ആകത്തില്ല. ലെങ്ത് ഓഫ് ദി വെക്റ്റർ cannot be negative. Okay, negative. ഇനി അടുത്തൊരു പോയിന്റ് കൂടെ പഠിച്ചേക്കാം. നോക്കിക്കേ, ഇഫ് നോം ഓഫ് വിന്റെ വാല്യൂ 0 ആകുകയാണെന്നുണ്ടെങ്കിൽ, 0 if and only if v is a zero vector. ഓക്കെ, അപ്പോൾ നോം ഓഫ് വി ഈക്വൽ ടു 0 ആകുന്ന എപ്പോഴാണ്? ഇഫ് ആൻഡ് ഓൺലി ഇഫ് വി ഈസ് എ 0 വെക്റ്റർ. നമുക്ക് പ്രോബ്ലം ചെയ്യാം. അപ്പോൾ ലെങ്ത് ഓഫ് ദ വെക്റ്റർ മനസ്സിലായല്ലോ. ഈ നോം ഓഫ് ദ വെക്റ്ററിൻ്റെ ഫോമുല പഠിച്ചു വെക്കുക കേട്ടോ. ക്വസ്റ്റ്യൻ: ഇൻ r⁵, ദ ലെങ്ത് വി ഈക്വൽ ടു 0 -2 1 4 -2 ഈസ്. അപ്പോൾ നമുക്ക് ഈ വെക്റ്ററിൻ്റെ ലെങ്ത് ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. നമുക്കറിയാം നോം ഓഫ് ദ വെക്റ്റർ നമ്മൾ തൊട്ട് മുന്നേ പഠിച്ചതേ ഉള്ളൂ. നോം ഓഫ് ദ വെക്റ്റർ വിച്ച് ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് എന്താണ്? 0 സ്ക്വയർ പ്ലസ് -2 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ പ്ലസ് 4 സ്ക്വയർ പ്ലസ് -2 സ്ക്വയർ, റൈറ്റ്? ഇസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 0 സ്ക്വയർ 0 -2 സ്ക്വയർ 4 പ്ലസ് 1 പ്ലസ് 16 അല്ലേ? 4 പ്ലസ് 1 പ്ലസ് 16 പ്ലസ് 4 എത്ര കിട്ടും? 16 പ്ലസ് 4 20, 20 പ്ലസ് 5 25, റൂട്ട് 25. ആൻസർ വിൽ ബി 5. ഓക്കെ, -5 നമ്മൾ എടുക്കത്തില്ല. ലെങ്ത് ഒരിക്കലും നെഗറ്റീവ് ആവത്തില്ല കേട്ടോ. അതുകൊണ്ടാണ് സ്ക്വയർ റൂട്ട് എടുക്കുമ്പോൾ പോസിറ്റീവ് വാല്യൂ മാത്രം എടുക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ: in r⁵, length of v equal to 2/√7, -2/√7, 3/√7 അല്ല കുട്ടികളെ, 17 ആണ്. 2/√17 -2/√17 3/√17. അപ്പോൾ നമുക്ക് നോം ഓഫ് ദ വെക്റ്റർ കണ്ടുപിടിക്കാം. നോം ഓഫ് ദ വെക്റ്റർ വിച്ച് ഈസ് ഈക്വൽ ടു എന്താണ്? സ്ക്വയർ റൂട്ട് ഓഫ് 2/√17 സ്ക്വയർ plus minus 2/√17 the whole square plus 3/√17
the whole square, which is equal to square root of 4 by 17 plus 2 by 17 plus 9 by 17. Numerator ഒന്ന് ആഡ് ചെയ്തേ. 9 plus 2 11. ഇവിടെ ഒരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. ഇവിടെ -2ൻ്റെ സ്ക്വയർ എടുക്കുമ്പോൾ ഇവിടെ 4 ആണ് വരുന്നത്. അപ്പോൾ 9 plus 4 13, 13 plus 4 17, which is equal to square root of 17 by 17, that is root 1, and the answer will be 1. Okay, clear? The length of the vector v is 1 ആയതുകൊണ്ട് തന്നെ നമുക്ക് തന്നിരിക്കുന്ന given vector v എന്ന് പറയുന്നത് എന്താണ്? യൂണിറ്റ് വെക്ടർ ആണ്. എന്താണ്? യൂണിറ്റ് വെക്ടർ. അപ്പോൾ നമ്മൾ ലെങ്ത് ഓഫ് ദ വെക്ടർ പഠിച്ചു. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു വെക്ടേഴ്സ് ആണ്. രണ്ട് വെക്ടേഴ്സ് തന്നു കഴിഞ്ഞാൽ ഡിസ്റ്റൻസ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം, രണ്ട് വെക്ടേഴ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം എന്നുള്ളതാണ് അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത്. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു വെക്ടേഴ്സ് നോക്കാം. നോക്കിക്കേ, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു വെക്ടേഴ്സ് നമുക്ക് ഡി വെച്ച് ഡിനോട്ട് ചെയ്യാം. രണ്ട് വെക്ടേഴ്സ് ഉണ്ട്, യുവും വിയും. അവ തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് നോം ഓഫ് യു മൈനസ് വി ആണ്. നോം ഓഫ് യു മൈനസ് വി ചെയ്തൂടെ. ഇനി ഇതിൻ്റെ പ്രോപ്പർട്ടീസ് പഠിച്ചു വെച്ചോ, 3 മാർക്സിനൊക്കെ ചോദിക്കാം. പ്രോപ്പർട്ടീസ് ഒന്ന് എന്താണ്? ഡിസ്റ്റൻസ് ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ വാല്യൂ ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കും. അതുപോലെ തന്നെ ഡിസ്റ്റൻസ് ഓഫ് ഡി ഓഫ് യു കോമ വി 0 ആകുന്ന എപ്പോഴാണ്? ഇഫ് ഫൈൻഡ് ഓൺലി ഇഫ് യു ഈക്വൽ ടു വി. യുവിൻ്റെ വാല്യൂ വി ആകുന്ന സമയത്ത് മാത്രമേ ഡി ഓഫ് യു വി, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ വെക്ടേഴ്സ് യു ആൻഡ് വി ഈക്വൽ ടു 0. അടുത്ത് ഡി ഓഫ് യു കോമ വി ഈക്വൽ ടു ഡി ഓഫ് വി കോമ യു. മനസ്സിലായോ? അപ്പോൾ യുയിൽ നിന്ന് വിന്ന് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുന്നതും വിയിൽ നിന്ന് യുയിലേക്ക് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുന്നതും സെയിം തന്നെ ആയിരിക്കും. അപ്പോൾ ഈ 3 പ്രോപ്പർട്ടീസ് നിങ്ങൾ പഠിച്ചു വെക്കണം കേട്ടോ. പ്രോബ്ലംസിലോട്ട് പോകാം. ഫൈൻഡ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു വെക്ടേഴ്സ് യു ഈക്വൽ ടു -1 -4 വി ഈക്വൽ ടു 2, 3. നമുക്ക് കണ്ടുപിടിക്കാം ഡിസ്റ്റൻസ് ഡി ഓഫ് യു കോമ വി വിച്ച് ഈസ് ഈക്വൽ ടു നോം ഓഫ് യു മൈനസ് വി. അപ്പോൾ നോം ഓഫ് യു മൈനസ് വി എന്ന് പറയുമ്പോൾ നോം ഓഫ് യു മൈനസ് വി -1 -2. മനസ്സിലായോ? ഇവിടെ -1, ഇവിടെ ഫസ്റ്റ് കമ്പോണൻറ്റ് -2. അപ്പോൾ -1 -2 ഇങ്ങനെ വരുന്നത് -1 -1 -2 -4 -3. അപ്പോൾ ഇതിൻ്റെ നോം നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ഇതെങ്ങനെ കിട്ടും? നോം ഓഫ് -3, -7. നോം എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? നമുക്ക് നോം ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് -3 സ്ക്വയർ പ്ലസ് -7 സ്ക്വയർ ഇസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 9 പ്ലസ് 7ൻ്റെ സ്ക്വയർ 49 അല്ലേ? 49. അപ്പോൾ ആൻസർ വിൽ ബി √58. ഓക്കെ, √58. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, യു ഡിസ്റ്റൻസ് എന്താണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? ഗിവൺ യു ഈക്വൽ ടു 0 to 2 ആൻഡ് വി ഈക്വൽ ടു 2 0 1. സോ ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ വെക്ടർ ഡി ഓഫ് യു കോമ വി വിച്ച് ഇസ് ഈക്വൽ ടു നോം ഓഫ് യു മൈനസ് വി, റൈറ്റ്, വിച്ച് ഇസ് ഈക്വൽ ടു നോം ഓഫ് യു മൈനസ് വി 0 -2 2 -0 2 -1, right, which is equal to എന്ത് കിട്ടും? നോം ഓഫ് -2 2 1. അപ്പോൾ എന്തെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? വിച്ച് ഇസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് -2ൻ്റെ സ്ക്വയർ 4 പ്ലസ് 2ൻ്റെ സ്ക്വയർ അഗെയിൻ 4 1ൻ്റെ സ്ക്വയർ 1. അപ്പോൾ എത്ര കിട്ടി? √9 വിച്ച് ഇസ് ഈക്വൽ ടു 3. ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, യുവിൻ്റെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട്, വിയും നമുക്ക് തന്നിട്ടുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ വെക്ടേഴ്സ് ഡി ഓഫ് യു കോമ വി ഈക്വൽ ടു ഡി ഓഫ് നോം ഓഫ് യു മൈനസ് വി വിച്ച് ഇസ് ഈക്വൽ ടു നോം ഓഫ് 3 -4 -1 -0 0 -1 -3 -2, right, is equal to norm of 3 -4 -1 -1 ഇവിടെ 0 -1 ചെയ്യുമ്പോഴും
-1 -3 -2 ചെയ്യുമ്പോൾ -5, right, which is equal to square root of 1 plus 1 plus 1 plus 25, 28 റൂട്ട് 28 ഇത് നമുക്ക് 2 റൂട്ട് 7 എന്ന് എഴുതാം. എങ്ങനെയാ റൂട്ട് 28 എന്ന് പറയുമ്പോൾ റൂട്ട് ഓഫ് 7 ഇൻറ്റു 4 അല്ലേ. ഇപ്പോൾ റൂട്ട് 4 എന്ന് പറയുന്നത് 2, ദെൻ ബാക്കി റൂട്ടിനകത്ത് 7, ഇപ്പോൾ 2 റൂട്ട് 7. ഓക്കെ, മനസ്സിലായല്ലോ. അപ്പോൾ നമ്മൾ ഇന്ന് എന്തൊക്കെയാണ് പഠിച്ചത്? വളരെ എളുപ്പമുള്ള ടോപ്പിക്കാണ് കേട്ടോ. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു വെക്ടേഴ്സും പഠിച്ചു, ലെങ്ത് ഓഫ് ദ വെക്ടറും പഠിച്ചു അല്ലേ. ലെങ്ത് ഓഫ് വെക്ടർ, ലെങ്ത് യൂണിറ്റ് വെക്ടർ, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു വെക്ടേഴ്സ്, ഇത്രയാണ് നമ്മളിന്ന് പഠിച്ചത്. വളരെ എളുപ്പമാണ്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് എലിമെൻ്ററി ലീനിയർ അൽജിബ്ര ബൈ റോൺ ലാർസൺ എന്ന് പറയുന്ന ഓതറിൻ്റെ ബുക്കാണ് കേട്ടോ. റോൺ ലാർസൻ്റെ എന്താണ് എലിമെൻ്ററി ലീനിയർ അൽജിബ്ര എന്ന് പറയുന്ന ടെക്സ്റ്റ് ബുക്കാണ് നിങ്ങൾക്ക് ഉള്ളത്. അതിൽ 5th ചാപ്റ്ററാണ് ഈ നമ്മുടെ ഈ പഠിച്ച ഈ പോർഷൻസ് എല്ലാം 5th ചാപ്റ്ററിനകത്താണുള്ളത് കേട്ടോ. സോ എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് നിങ്ങൾ പഠിക്കുക. എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് നമ്മൾ ഓൺലൈൻ ക്ലാസ്സസിലാണ് എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് എല്ലാം വർക്കൗട്ട് ചെയ്യുന്നത് കേട്ടോ. സോ നെക്സ്റ്റ് ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.